അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ ബിറിദല്ലാഹി അമ്മാ ബഅദ്. സർവാദരണീയരായ ഉസ്താദുമാർ, മറ്റെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, മക്കളില്ലാത്ത ജീവിതം പോലെ തന്നെ വളരെ ക്രൂശകരമായിരിക്കും യഥാർത്ഥത്തിൽ മരങ്ങളില്ലാത്ത രാഷ്ട്രം എന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ള ഒരു പ്രതിഭാസമാണ് പ്രകൃതി എന്നുള്ളത്. ആ തരത്തിൽ തന്നെ മനുഷ്യന്റെ അടി മുതൽ മുടി വരെ ചർച്ച ചെയ്ത ഒരു മതം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നുള്ളതും. ആ ബന്ധത്തിൽ തന്നെ ഇസ്ലാം പ്രകൃതിയെ എങ്ങനെ നോക്കിക്കണ്ടു എന്ന് ചർച്ച ചെയ്യൽ നമുക്ക് അനിവാര്യമായ കാര്യമാണ്. അതിൽ നിന്ന് നാം യഥാർത്ഥമായി മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം എപ്പോഴും പ്രകൃതിക്ക് ഇണങ്ങിയ മതമാണ്. ഇസ്ലാം പ്രകൃതിക്ക് ഇണങ്ങുന്ന കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചർച്ച ചെയ്തിട്ടുള്ളതെന്നും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇന്ന് പലസ്തീനിലും യുക്രൈനിലും എല്ലാം ഇന്ന് യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷമായി. യഥാർത്ഥത്തിൽ ശത്രു രാജ്യങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ രാജ്യത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്ത് ആ രാജ്യത്തിനുള്ള എല്ലാ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളും മറ്റെല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും ഇല്ലാതെയാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. എന്നാൽ അവിടെയാണ് ഒരു കാലത്ത് ഹബീബായ തങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു സൈന്യം. തന്റെ ശത്രുക്കൾക്ക് നേരെ വന്നിരുന്ന ആ സൈന്യത്തോട് ഹബീബായ തങ്ങൾ നൽകിയിരുന്ന പാഠം എന്തായിരുന്നു? നിങ്ങളുടെ ശത്രു രാജ്യത്തേക്ക് പോലും നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ 3 നിർദ്ദേശങ്ങൾ ഹബീബായ തങ്ങൾ നൽകിയിരുന്നു. പ്രധാനമായിട്ടും ഒന്ന്, നിങ്ങൾ വൃദ്ധരെ ആക്രമിക്കരുത്. രണ്ടാമത്, സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കരുത്. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അഥവാ നിങ്ങൾ മരങ്ങൾ, ഫലം കഴിക്കുന്ന മരങ്ങളും അതുപോലെ തന്നെ പ്രകൃതിക്ക് ദുരന്തമുണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിൽ നിന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇന്ന് ലോകരാജ്യങ്ങൾ ചെയ്യുന്നതെല്ലാം പ്രകൃതിയെ അടക്കമുള്ള എല്ലാത്തിനെയും ഉന്മൂലനം ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് ഹബീബായ തങ്ങൾ ചെയ്തത്. പ്രകൃതിയെ സംരക്ഷിക്കാനാണ് ഏത് യുദ്ധത്തിന്റെ ഘട്ടങ്ങളിൽ പോലും ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, പ്രകൃതിയെ സംരക്ഷിക്കാനാണ്. അതുപോലെ തന്നെ ഇന്ന് നൂതന കാലഘട്ടത്തിൽ കൊണ്ടുവരുന്ന പുതിയ എല്ലാ നയതന്ത്രങ്ങളും ഹബീബായ തങ്ങളും ഒരു കാലത്ത് കൊണ്ടുവന്നിരുന്നെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ടത് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് പുതുതായിട്ട് സയന്റിഫിക് ലോകം അടക്കം കൊണ്ടുവരുന്ന ഒരു പുതിയ സിസ്റ്റമാണ് സെഗ്രിഗേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ളത്. എന്നാൽ ഇതിന്റെ ഒരു പ്രധാന വേർഷൻ, ഇതിന്റെ ഒരു മറ്റൊരു വേർഷന് ഹബീബായ തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന് മുൻപ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിന് മുൻപ് ഹബീബായ തങ്ങൾ മല്ലത്തെയും പ്രകൃതിയിലുള്ള ഒരു പ്രതിഭാസത്തെയും മലിനീകരണം ചെയ്യരുതെന്ന് ഹബീബായ തങ്ങൾ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ അമ്പിയാക്കള്. എന്നാൽ ഈ അമ്പിയാക്കളിൽ നിന്നുള്ള ഭൂരിഭാഗം അമ്പിയാക്കളും കൃഷിയടക്കമുള്ള പ്രകൃതിക്ക് ഇണങ്ങുന്ന ജോലികൾ ചെയ്തിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്. എന്നാൽ അതിലേറെ പ്രധാനപ്പെട്ട കാര്യം, ഇത്രയേറെ പ്രവാചകന്മാർ ഈ ലോകത്ത് കാർഷിക മേഖലയിൽ ഉണ്ടായിട്ട് പോലും അവരാരും പ്രകൃതിക്ക് വിരുദ്ധമായ രീതിയിലുള്ള ഒരു കർഷക പണിയും അവർ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ന് നൂതന കാലഘട്ടത്തിൽ നടക്കുന്നത് എന്താണ്? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മുതൽ ഉത്ഭവിച്ചു വന്നിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കാർഷിക സംവിധാനമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രകൃതിക്കോ വെള്ളത്തിനോ വായുവിനോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്നാണ് എപ്പോഴും ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പറയുന്നത്, ഈ ഭൂമിയെയും ആകാശത്തെയും അല്ലാഹു വളരെ ഭംഗിയായ രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹബീബായ തങ്ങളടക്കം ഈ ഭൂമിയെ കാവൽ നിൽക്കുവാനാണ് മനുഷ്യന്മാരെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുത്തെ പഠനങ്ങളിൽ പെട്ടതൊന്നായിരുന്നു, അവിടുന്ന് പഠിപ്പിച്ചതാണ് മനുഷ്യൻ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പഠനമാണ് മനുഷ്യൻ എന്നുള്ളത് മണ്ണിൽ നിന്നുണ്ടായതാണെന്ന്. എന്നാൽ ഇന്ന് പല സയന്റിഫിക് ലോകവും പറയുന്നത് മനുഷ്യൻ വേറെ എന്തോ മോളിക്യൂളിൽ നിന്നാണ്. എന്നാൽ ഇസ്ലാം മാത്രമാണ് വളരെ വെട്ടി തുറന്നുകൊണ്ട് പറയുന്നത്
മനുഷ്യനുണ്ടായത് കളിമണ്ണിൽ നിന്നാണ്. ഇത് വ്യക്തമാക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യനും പ്രകൃതിയും അഭേദ്യമായ ബന്ധമുണ്ട്. ആ അഭേദ്യമായ ബന്ധത്തിനപ്പുറത്ത് പ്രകൃതിയെ ഉന്മൂലനം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് പ്രകൃതിയിൽ നിന്നുള്ള ഓരോ പ്രതിഭാസങ്ങളും മനുഷ്യന് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ നിസ്കാരം എന്നുള്ളത്. ഈ നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു താക്കോലായിട്ട് നമുക്ക് കണക്കാക്കാം, അത് വുളു ആണ്. ആ വുളു നമ്മൾ എടുക്കുന്നത് വെള്ളം കൊണ്ടാണ്. അത് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ്. അഥവാ വുളു എടുക്കുന്നത് നമ്മുടെ ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങൾ അടക്കം പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് അല്ലാഹു തആല നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അഥവാ വെള്ളമില്ലെങ്കിൽ വേറെ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിട്ടും റബ്ബ് തആല നമുക്ക് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളത് അത് മണ്ണിനെയാണ്. ഇത്തരത്തിൽ ഇസ്ലാമിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ അഅ്മാലുകളും ഇബാദത്തുകൾ അടക്കം അത് പ്രകൃതിക്ക് യോജിക്കുന്ന രീതിയിലാണ് അല്ലാഹു തആല നമുക്ക് സ്വീകരിച്ചു വെച്ചിട്ടുള്ളത്. പ്രകൃതിയിലുള്ള ഓരോ വസ്തുക്കളും അമിതമായി ഉപയോഗിക്കുന്നതടക്കം ഇസ്ലാം നമുക്ക് വിലക്ക് നിർത്തിയിട്ടുണ്ട്. ഒരു ഹബീബായ തങ്ങള് ഒരു സഹാബി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്ന് ഉളു എടുക്കുമ്പോൾ അവിടുന്ന് അമിതമായി വെള്ളം ചെലവഴിച്ചത് കണ്ട് ഹബീബായ തങ്ങള് ആ സ്വഹാബിയെ വിലക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇസ്ലാം എന്നും പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് പ്രകൃതിയെ സംരക്ഷിക്കാനാണ്. മനുഷ്യൻ അതിനായിട്ടുള്ളതാണ് എന്നാണ് ഇസ്ലാം എന്നും മുന്നോട്ട് വെച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് നാം ഇസ്ലാം പ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരു മതമാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.